നമ്മുടെ മലയാളികളുടെ വീടുകളിൽ കർക്കിടക മാസത്തിൽ മാത്രം കണ്ടുവരുന്ന കുറച്ച് ഭക്ഷ്യ വിഭവങ്ങളില്ലേ? ഉലുവുണ്ട, അതുപോലെ തന്നെ താളുകറി, മരുന്ന് കഞ്ഞി, അങ്ങനെയൊക്കെ. അങ്ങനെ നമ്മളിന്ന് താളുകറി വെക്കാൻ വേണ്ടി പോവാണേ. കർക്കിടകത്തിൽ മാത്രമാണ് ഞാനിത് വീട്ടിൽ വെച്ച് കണ്ടിട്ടുള്ളൂ. നാടൻ താള്, കാട്ടുതാള് അങ്ങനെയൊക്കെയാണ് ഇതിനെ പറയാം. അതുപോലെ തന്നെ ഗൊങ്ങിണികളുടെ ഒരു സ്പെഷ്യൽ ഫുഡ് ഐറ്റമാണ് ഈ പത്രോട അഥവാ താളപ്പം. അതും ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത് ഇതിൻ്റെ ഇലയാണ്. ഇന്ന് നല്ല ചാറ്റൽ മഴയുണ്ട് രാവിലെ തൊട്ട്. ഇപ്പോൾ കുറച്ച് നാളായിട്ട് നല്ല മഴ തന്നെയാണ് നാട്ടിൽ. പുഴയിലൊക്കെ നോക്ക്, വെള്ളം കയറി തുടങ്ങിയിട്ടുണ്ട്. അങ്ങനെ ഞാനും പപ്പയും മമ്മിയും കൂടി സാധനമൊക്കെ വീട്ടിലെത്തിച്ചിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് ഇത് ക്ലീൻ ആക്കുന്നത് അമ്മാമ്മയാണ്. ഓരോ തണ്ടും വൃത്തിയായി കഴുകി അതിനുശേഷം അതിൻ്റെ തൊലി കളഞ്ഞ് ചെറിയ ചെറിയ പീസുകളായി അരിഞ്ഞെടുക്കണം. ഇത് വേവാനുള്ള വെള്ളം ഇതിൻ്റെ ഉള്ളിൽ തന്നെയുണ്ട്, അതുകൊണ്ട് വെള്ളം ഒഴിക്കേണ്ടെന്നാണ് അമ്മ പറഞ്ഞത്. അങ്ങനെ നമ്മൾ ഇവനെ ഇഡ്ഡലി പാത്രത്തിലെടുത്ത് അടച്ചു വെച്ച് വേവിച്ചു. കുറച്ച് നേരം കഴിഞ്ഞ് തുറന്നു നോക്കിയപ്പോൾ ആള് കുറച്ചേ ഉള്ളൂ. ഈ ഒരു കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നല്ല ടൈം വേണം. ഇത് ശരിക്കും ഒരു ടൈം കൺസ്യൂമിങ് തന്നെയാണ്. കാരണം ഇത്രയും നാള് ഈ ഒരു കറി ടേസ്റ്റ് ചെയ്യാന്നുള്ളൊരു ഡ്യൂട്ടി മാത്രമാണ് എനിക്ക് ഉണ്ടായിരുന്നുള്ളൂ. ഇന്ന് വീഡിയോ എടുത്തപ്പോഴാണ് ഇത് എത്രത്തോളം സമയം എടുക്കും ഇത് ഓരോന്നും ചെയ്യാൻ വേണ്ടിയിട്ടെന്ന് മനസ്സിലായി. അങ്ങനെ കറിയൊക്കെ സെറ്റായി വന്നപ്പോഴേക്കും വൈകുന്നേരം ആവാറായി. അപ്പോഴേക്കും എനിക്ക് വിശന്നു തുടങ്ങി. അങ്ങനെ നമ്മുടെ കറിയൊക്കെ അവിടെ സൈഡിൽ സെറ്റാവുന്നുണ്ട്. അമ്മാമ്മ എനിക്ക് ഇപ്പുറത്ത് പഴംപൊരി ഉണ്ടാക്കി തരുന്നുണ്ട്. അങ്ങനെ രാത്രിയായപ്പോൾ നമ്മുടെ താളുകറിയൊക്കെ കൂട്ടി നമ്മൾ നല്ല ചോറൊക്കെ കഴിച്ചു. ഇനി അടുത്തൊരു വീഡിയോയിൽ ഇനിയും കാണാം. Catch you next time for more videos.